ഒരു കഥയായാലോ? കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കഥയാണിത്. ഒരു നന്ദിയില്ലാത്ത മരം വെട്ടുകാരൻ്റെ കഥ. ഒരിടത്തൊരിടത്ത് ഒരു മനോഹരമായ കാടുണ്ടായിരുന്നു. പുഴകളും കിളികളും മരങ്ങളും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു കാട്. ആ കാട്ടിൽ വരുന്ന യാത്രികർക്കെല്ലാം തണലും പഴങ്ങളും ഒക്കെ നൽകി ആ കാട് സന്തോഷത്തോടെ അവിടെ നിലനിന്നിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ കാട്ടിലോട്ട് ഒരാൾ വന്നു. അയാളുടെ കയ്യിൽ പിടിയില്ലാത്ത ഒരു മഴു കൂടി ഉണ്ടായിരുന്നു. വളരെ ആലോചനയോടെ വളരെ വിഷമത്തോടെ അയാൾ ആ കാടിന് ചുറ്റും നോക്കി. അയാളുടെ മുഖത്തെ വിഷമം കണ്ട് അടുത്തുള്ളൊരു മരം അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു തരണോ? അത് കേട്ട അയാൾ നന്ദിയോടെ മരത്തിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മഴുവിന് ഒരു പിടിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊന്നും ഈ മഴ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വളരെയധികം ദുഃഖത്തിലാണ്. ഇത് കേട്ട മരം പറഞ്ഞു, ഇതാണോ കാര്യം? ഇത് വളരെ നിസ്സാരമാണ്. നിങ്ങൾ ഈ കാണുന്ന മരത്തിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചില്ല കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ നിങ്ങൾക്കത് നൽകാം. അത് കേട്ട് അയാൾക്ക് വളരെയധികം സന്തോഷമായി. അയാൾ ഉടനെ തന്നെ അടുത്തുള്ള ഒരു മരത്തിൽ നിന്നും അയാൾക്ക് ആവശ്യമുള്ള ഒരു ചില്ല വെട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം വീണ്ടും കാട്ടിൽ തിരിച്ചെത്തി. അന്ന് അയാളുടെ കയ്യിൽ അതിമനോഹരമായ ഒരു കോടാലി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അയാൾ ഒന്നും ആലോചിക്കാതെ അവിടെ കണ്ട മരങ്ങളെല്ലാം വെട്ടി വീഴ്ത്താൻ തുടങ്ങി. ഇത് കണ്ട് മരങ്ങളെല്ലാം ഒത്തിരി വേദനിച്ചു. ആ മരങ്ങൾ പറഞ്ഞു, നന്ദിയില്ലാത്ത നിന്നെയാണല്ലോ ഞങ്ങൾ ഒരിക്കൽ സഹായിച്ചത്. അതിന് ഞങ്ങൾക്ക് ദൈവം നൽകിയ ശിക്ഷയാണിത്.